എല്ലാ സംവിധാനങ്ങളും വേണം. പക്ഷേ നമ്മളറിയാതെ അപ്പുറത്തെ റൂമിലിരുന്ന് ഇപ്പുറത്തെ റൂമിലിരുന്ന് ഒരുപക്ഷെ ഞാൻ എന്റെ പെങ്ങളോടാ സംസാരിക്കുന്നത് എന്ന് പോലും അറിയാതെ സ്വന്തം പെങ്ങള് വേറെ അഡ്രസ്സിൽ കയറിയിരിക്കുകയാണ്, ആങ്ങളെ വേറെ ID നമ്പറിൽ കയറിയിരിക്കുകയാണ്. ആങ്ങളെയും പെങ്ങളും അതാ കാമുകന്മാരെ പോലെ സംസാരിപ്പിക്കുന്ന രൂപത്തിൽ വൃത്തികെട്ട സംസാരത്തിലേക്ക് തരം താഴ്ന്നു പോയ ഈ യുഗത്തിൽ മഞ്ചേരിയിലുള്ള ചെറുപ്പക്കാരെ, എന്റെ ശബ്ദം ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ആരൊക്കെ കേൾക്കുന്നുവോ എന്നോടും നിങ്ങളോടും വിനയത്തോടെ പറയുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ടോ? അല്ലാഹുവിനോട് സ്നേഹമുണ്ടോ? അവിടുന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ സിനിമയോടണ്ട, സീരിയലുകളോടണ്ട, പെണ്ണിന്റെ ആട്ടവും നാട്യവും നൃത്തവും ഡാൻസും നമുക്ക് വേണ്ട. പണ്ടൊക്കെ കൊച്ചുകുട്ടികളുടെ കൈപിടിച്ച് ഉപ്പമാര് പുറത്തിറങ്ങി നടക്കുമ്പോ നമ്മുടെ മുൻഗാമികളായ ഉപ്പാപ്പമാര് നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള അന്നത്തെ ചെറിയ കുട്ടികളെയും കൊണ്ട് നടന്നു നീങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു ചായമക്കാരിയുടെ മുമ്പിലൊട്ടിച്ച ഉടുതുണീരിഞ്ഞ സിനിമാ നടികൾ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ കണ്ടാൽ അന്ന് തലയുയർത്തി നടക്കാൻ പോലും ആകാതെ ഉപ്പ എന്താണ് കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാനാകാതെ അതൊന്നും നീ ശ്രദ്ധിക്കേണ്ട മോനെ എന്ന് പറഞ്ഞ് നടന്നു നീങ്ങിയിരുന്ന ഒരു കാലം, സുന്ദരമായൊരു കാലം, ഈമാനികമായി അല്പമെങ്കിലും ഒരു ജാല്യതയുണ്ടായിരുന്ന ഒരു കാലം. ഇന്ന് ബാപ്പക്ക് മോനോട് പറയാൻ അധികാരമില്ല. അതേ, ബാപ്പ എത്തുന്നത് 4 കാലിലാണ് രാത്രിയിൽ, പിന്നെ 12 മണിക്ക് എത്തുന്ന മോനെ പറയാൻ ബാപ്പക്ക് എന്ത് അധികാരം? ബാറിൽ കിടന്നുറങ്ങുന്ന ബാപ്പക്ക് എന്ത്? 12 മണിക്ക് പോയി 2 എണ്ണം വീശുന്ന മകനെ ഉപദേശിക്കാൻ എന്ത് അധികാരം? എല്ലാവരും അബദ്ധത്തിലായി പോയി. അതുകൊണ്ട് ചിന്തിച്ചോളണം, ഇസ്ലാമിന്റെ ഇസ്സത്ത് തകർക്കണ്ട, സൽപ്പേരിന് കളങ്കം ചാർത്തണ്ട. ഓ മുസ്ലിമേ, കോടിക്കണക്കിന് കോടികളാണ് കുടിച്ചു തൊലക്കുന്നത് പെരുന്നാളിന്റെ ദിവസം പോലും എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ ബീവറേജ് സൊസൈറ്റികളുടെ മുമ്പിൽ നീണ്ടു നിൽക്കുന്ന ക്യൂവുകളിൽ മാപ്പിള പേരുള്ളവനുണ്ടെങ്കിൽ ബാപ്പക്ക് മോനോട് പറയാൻ അധികാരമില്ലാത്ത അവസ്ഥയെത്തിയെങ്കിൽ എത്ര കഷ്ടമായി പോയി. ഈ മൊബൈൽ ഉപയോഗപ്പെടുത്തി, നെറ്റ് ഉപയോഗപ്പെടുത്തിയിട്ട് വേലിയാട്ടം നടത്തുമ്പോൾ അതേ നിയന്ത്രിക്കാനാവാത്ത നിലക്കായി തീരുമ്പോൾ ഇതിനൊക്കെ ഏറ്റവും വലിയ പ്രചോദനം കിട്ടുന്ന നമ്മുടെ വീടിന്റെ അകത്തളത്തിൽ പടച്ചറപ്പ് നൽകിയ സംവിധാനം കൊണ്ട് വാങ്ങിക്കൂട്ടിയ ടിവിയുടെ അകത്തേക്ക് അല്ലാഹ് നൽകിയ സംവിധാനം കൊണ്ട് അതേ നമുക്ക് നൽകപ്പെട്ട നിഅമത്താകുന്ന ചാരികസേരയിൽ ചാരിയിരുന്നിട്ട് അതേ കണ്ണുകൾ കൊണ്ട് വ്യഭിചരിക്കുന്ന സഹോദര സഹോദരി, ഉമ്മ ഉപ്പാ, കാതുകൾ കൊണ്ട് വ്യഭിചരിക്കുന്ന ഉപ്പാ ഉമ്മ സഹോദര സഹോദരി, നാവ് കൊണ്ട് അശ്ലീലം ഇങ്ങനെ മണിക്കൂറുകളോളം മൊബൈലിൽ സംസാരിക്കുന്ന ഓ പ്രിയപ്പെട്ട സഹോദരി സഹോദരാ, മഹ്ശറൊന്നു വരാനില്ലേ? അവിടെ പോകണ്ടേ? കണക്ക് പറയണ്ടേ? കോടതിയിൽ പോയി നിൽക്കണ്ടേ? അവിടേക്കല്ലേ തിരിച്ചെത്തേണ്ടത്? ഓരോന്നിനും അവിടെ കണക്ക് പറയണ്ടേ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. നിങ്ങളൊരു ദിവസത്തെ പേടിക്കണേ. തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടും. അതേ, ഈ സൗന്ദര്യം എത്ര കാലമാ പെണ്ണെ കാണിക്കുന്നത്? അല്ലാഹ് ഇഷ്ടപ്പെടാത്ത വേഷം ധരിച്ചിട്ട് എന്തിനാ പെണ്ണെ പുറത്തിറങ്ങുന്നത്? ഏതേ ലോകസുന്ദരി പട്ടം കിട്ടിയവൾമാരൊക്കേതാ ക്യാൻസർ പിടിച്ച് ചൊക്കിത്തുളിഞ്ഞ ശരീരവുമായി കൊണ്ട് അവരുടെ ജീവൻ പോയി എന്ന് പത്രങ്ങളൊക്കെ എഴുതിവിടുമ്പോ അവൾ അത്ര ഭാഗ്യവതി എന്ന് വിചാരിച്ചിരുന്ന പലരും ഇന്ന് ആ റിപ്പോർട്ട് വായിച്ച് ഏറ്റവും തന്റെ ശരീരത്തിന്റെ ആ സ്തനത്തുടിപ്പ് കാണിച്ച ഒരു നടി സ്തനത്തിന് ക്യാൻസർ പിടിച്ചിട്ട് ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം നമിക്കുന്ന നിലക്ക് മരിച്ചുപോയ വാർത്തകൾ മീഡിയകൾ വിട്ടപ്പോ ഉമ്മമാരെ, ആർക്ക് മുമ്പിലായി സൗന്ദര്യം കാണിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ സൗന്ദര്യ പ്രകടനം? ആരുടെ മുമ്പിലാണ് ഈ മേനി ചമയുന്നത്? പടച്ച റബ്ബിനെ ഭയപ്പെട്ടോ? ഈ കാണുന്ന ശരീരം ആണിൻ്റെതാണെങ്കിലും പെണ്ണിൻ്റെതാണെങ്കിലും ഒന്ന് പനി പിടിച്ചാൽ, ഒരു വീഴ്ച സംഭവിച്ചാൽ അതേ എത്രയോ സഹോദരന്മാരുണ്ട് തളർവാദം പിടിപെട്ടുകൊണ്ട് കിടക്കുന്നു. കഴുത്തിന് താഴെ, നെഞ്ചിന് താഴെ ചലിക്കാൻ പോലും സാധ്യമല്ലാതെ കൊല്ലങ്ങളോളം
കിടന്ന കിടപ്പിൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന എത്രയോ സാധുക്കളായ ചെറുപ്പക്കാരുണ്ട്. അല്ലാഹുവേ, ഒരുപാട് രോഗികൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, വീടുകളിലുണ്ട്, ആസ്പത്രികളിലുണ്ട്. എല്ലാവർക്കും നീ ശിഫ നൽകണേ റബ്ബേ. മാരകമായ രോഗങ്ങൾ കൊണ്ടാ ഒരു പക്ഷേ നമ്മൾ നടക്കുന്നത്. ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ, ഒന്ന് മൂത്രം ചെക്ക് ചെയ്തപ്പോ, ഒരു എക്സ്റേ എടുത്തപ്പോ, ഒരു സ്കാൻ ചെയ്തപ്പോഴാണ് ഇതുവരെ നല്ല ശരീരമാണെന്ന് വിചാരിച്ച ശരീരത്തിന്റെ ഏതാണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തീർന്നുപോയി. ആ സമയത്ത് നമ്മൾ ഞെട്ടുകയാണ്, പതറിപ്പോകുന്നു, ക്ഷമകേട് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. മാരകമായ സഹിക്കാനാവാത്ത പരീക്ഷണങ്ങൾ കൊണ്ട് സഹിക്കാനാവാത്ത ഒരുപാട് വേദനകൾ കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിച്ച് കിടത്തരുത് റബ്ബേ. ഒരുപാട് ഉമ്മമാര്, പ്രായം ചെന്ന ഉമ്മമാര്, അതേ വയോവൃദ്ധരായ നമ്മുടെ ഉപ്പമാര്, ഒരുപാട് ആലിമീങ്ങൾ, പണ്ഡിതന്മാര്, ഒരുപാട് വലിയ വലിയ നേതാക്കന്മാര് പ്രയാസത്തിലാണ്, കഷ്ടതയിലാണ്. റബ്ബുൽ ആലമീൻ ശിഫ നൽകുമാറാകട്ടെ. ഈ വലിയ സമ്മേളനം ഇത്രയും നേരം ഇവിടെ സംസാരിക്കാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് അവസരം ഒരുക്കി തന്ന ഈ സമ്മേളനത്തിന് ഗ്രൗണ്ട് അനുവദിച്ച മാന്യനായ വ്യക്തി അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ ഖൈർ പ്രദാനം ചെയ്യണമേ എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, ഇസ്ലാം എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ളതല്ല, കേവലം വാദിക്കാനുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതൊന്നുകൂടി പറയുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ നമ്മളോടൊരു ചോദ്യം ചോദിക്കണം. അല്ലാഹ് ചോദിച്ച ചോദ്യം ണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. നിങ്ങൾ പ്രവർത്തിക്കാൻ ഒരുക്കമില്ലാത്തത്, നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ എന്തിനു പറയുന്നു? അത് അല്ലാഹുക്ക് വല്ലാത്ത ക്രോധമാണ്. അതുകൊണ്ട് കുടുംബ ജീവിതത്തിലും, വ്യക്തി ജീവിതത്തിലും, സ്വകാര്യ ജീവിതത്തിലും, പരസ്യ ജീവിതത്തിലും, ബിസിനസ് രംഗത്തും, അധ്യാപന രംഗത്തും, തൊഴിൽ രംഗത്തും, വിവാഹ രംഗത്തും, എല്ലാ രംഗത്തും അതേ താൻ പ്രഖ്യാപിക്കുന്ന ഈ സത്യസാക്ഷ്യ വചനങ്ങളോട് കൂറ് പുലർത്തിക്കൊണ്ട് ജീവിക്കണേ. പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഒഴിവാകരുത്. ഖുർആൻ ഓതുന്ന വീടുകളിൽ നിന്ന് ശൈത്താന് പ്രവേശനം കിട്ടൂല. ശൈത്താനെ വീട്ടിൽ നിന്ന് ഇറക്കാനുള്ള മാർഗമാണ് ഖുർആൻ ഓദിക്കോ, ബിസ്മി ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് കയറിക്കോ. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലിക്കോ. ഭാര്യയുമായി ഇടപഴകുമ്പോ ബിസ്മി ചൊല്ലിക്കോ. ദീനിന്റെ എല്ലാ രംഗത്തും ആ കാവല് അല്ലാഹു തരും. ഒരു ചെകുത്താനെയും പേടിക്കേണ്ടതില്ലാത്ത നിലക്ക് റബ്ബിന്റെ കാവല് കിട്ടും കേട്ടോ. അതിനുള്ള ദിക്റുകൾ അർത്ഥസഹിതം പഠിച്ചോളണം. അത് പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരണം. അർത്ഥസഹിതം പഠിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലുന്ന ദിക്ർ തൊട്ട് ഉറങ്ങുന്നതിന്റെ മുമ്പ് പറയുന്ന അതേ ആമന്തു ബി കിതാബിക്കല്ലദീ അൻസൽത വബിനബിയിക്കല്ലദീ അർസൽത എന്ന് പറയുന്നത് അവസാനത്തെ വാക്കായി കൊണ്ടൊരാൾ ഉറങ്ങാൻ കിടന്ന് അതേ ഉളുവോടുകൂടി, ഉമ്മമാരെ ഇന്ന് പോയാലും ഒരൊറ്റ കുട്ടിയും ഈ സുന്നത്ത് ഒഴിവാക്കരുത്. ഉളുവെടുക്കണം. വലതു ഭാഗത്തേക്ക് വലത്തെ കൈപ്പത്തിയിൽ വലത്തെ കവള് ചേർത്ത് തിരിഞ്ഞു കിടന്നുകൊണ്ട് അതേ ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള ദിക്റുകളൊക്കെ ചൊല്ലണം. ശൈത്താനില്ലെന്ന് കാവലാണ്. ആ നിലക്കുള്ള എല്ലാ കാവലിനുള്ള സുരക്ഷിതത്വ മാർഗങ്ങളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവസാനം നമ്മൾ ഉച്ചരിക്കുന്ന ഉറങ്ങുന്നതിന്റെ മുമ്പുള്ള വാക്ക് ആമന്തു ബി കിതാബിക്കല്ലദീ അൻസൽത വബിനബിയിക്കല്ലദീ അർസൽത എന്നും പറഞ്ഞ് ആ ഉറക്കിലെങ്ങാനും എത്രയോ ആളുകൾ രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതാണ്. ഉമ്മമാരെ കേട്ടിട്ടില്ലേ? എത്രയോ ആളുകൾ ഒന്നിലക്കും ഒരു പ്രയാസവും ഇല്ലാതെ നല്ല ആരോഗ്യവാന്മാരായി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ പോയതാണ്. രാവിലെ ചെന്ന് വിളിച്ചപ്പോൾ കട്ടിലടക്കം കുലുങ്ങുന്നു. മൗത്ത് വന്നുപോയി.
അങ്ങനെ ഒരുപക്ഷെ നമുക്കും വന്നാലോ? വാക്കുകൾ നന്നാക്കിക്കോ, നോക്കുകൾ നന്നാക്കിക്കോ, പറയുന്നത് നന്നാക്കിക്കോ, നാവിനെ സൂക്ഷിച്ചോ. ഗീബത്ത് നമീമത്തുമായി നടക്കണ്ട, കുറ്റം പറഞ്ഞ് അതേ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നടക്കണ്ട. ഇസ്ലാമിന്റെ ഇസ്സത്ത് എന്ത് തന്നെ നമ്മൾ പറയുമ്പോഴും ഓർത്തോളണം, റബ്ബാണ് നമ്മുടെ കാവൽ, റബ്ബിലേക്കാണ് നമ്മുടെ രക്ഷ, അവനാണ് രക്ഷ. ആ നിലയ്ക്ക് രക്ഷ കിട്ടുന്ന പ്രവർത്തനങ്ങളിൽ ഐക്യത്തോടെ ഒരുമയോടെ മുന്നേറണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. ആ നിലക്കായി തീർന്നാൽ നമുക്ക് രക്ഷയുണ്ട്. അങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റുന്ന, അവിടുത്തെ സ്നേഹിക്കുന്ന, അവിടുത്തെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്നവരായാൽ അല്ലാഹുവിന്റെ സഹായം നമുക്ക് കിട്ടും കേട്ടോ, പാപമോചനം നമുക്ക് കിട്ടും കേട്ടോ. അതല്ലേ അല്ലാഹു പഠിപ്പിച്ചത്? ഖുൽ, നബിയെ പ്രഖ്യാപിക്കുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം? ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റൂ. യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും കേട്ടോ. ആ ഇത്തിബായിന് എന്നെ കിട്ടൂലെന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോയാൽ കാഫിറുകൾക്കല്ലാതെ, കാഫിറുകളെ അല്ലാഹ്ക്ക് ഒരു പ്രശ്നവുമല്ല, അവനത് ഇഷ്ടപ്പെടൂല എന്ന മുന്നറിയിപ്പും നടത്തിയിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തിൽ വളരെ വിനയത്തോടെ ഇസ്ലാമികമായ പ്രമാണങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അതാവുന്നത്ര ജീവിതത്തിൽ കൊണ്ടുവന്ന് അതിന്റെ പ്രബോധകരും പ്രചാരകരുമായിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സർവശക്തനായ റബ്ബ് നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നാഥൻ നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. സർവ്വ പ്രതിസന്ധികളിലും നാഥൻ നമുക്ക് തുണയേകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി وبركاته.